ഹായ്, എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ ബാക്കി ഭാഗം നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നലെ വസുന്ധരേനെ അപ്രതീക്ഷിതമായി കണ്ടപ്പോൾ ഗൗതം ആകെ തകർന്നു പോയല്ലോ. അത് കഴിഞ്ഞിട്ട് ഗൗതം വീട്ടിലേക്ക് വരാനൊന്നും കൂട്ടാക്കണില്ല കേട്ടോ. അങ്ങനെ ഒരുവിധം നമ്മുടെ നിധി പിടിച്ച് വലിച്ചെന്ന് പറഞ്ഞ പോലെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ പാറു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പാറു ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഗൗതം മൈൻഡ് ചെയ്യാൻ അങ്ങോട്ട് കടന്നുപോയി. അപ്പോൾ നിധിയുടെ അടുത്ത് ചോദിക്കണേ, എന്താ നിധി, എന്താ കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നിധി പോകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പാറു വിളിക്കുമ്പോൾ ഗൗതമനാണ് ഈ ഭക്ഷണം ഒന്നും ഇറങ്ങണില്ലേ, ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, തേട്ടി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഗൗതം ദേഷ്യപ്പെട്ട് എനിക്ക് പോകണം, എനിക്ക് വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് നിനക്കെന്ത് വയ്യ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, സുഖമില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞ് കേട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പാറുവിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഗൗതം റൂമിലേക്ക് വേണ്ട പാറുവിന് ആകെ വിഷമമായി കേട്ടോ. അപ്പം നിധി പിന്നാലെ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പണിയാണ് കാണിച്ചേ, പാറുവിന് അങ്ങനെ വിഷമമായില്ലേ, എന്തെങ്ങനെയൊക്കെ ചെയ്താൽ മോഡെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, വസുന്ധര ആൻറ്റി എന്നോട് ചെയ്ത കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എനിക്കിവിടെ നിൽക്കാൻ തന്നെ പറ്റണില്ല. ഞാൻ ആദ്യമായിട്ടാണ് പാറിനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കണത്. എനിക്കിവിടുന്ന് എങ്ങനെയും പോയേ പറ്റുമോ, നമുക്ക് പോവാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നീതി പറയുന്നുണ്ട്, എവിടേക്ക് പോകണ ഗൗതം, നീ എന്താ ഈ പറയണേ, നിനക്ക് എന്താ ഇങ്ങനെ സ്വയം ബോധമില്ലാണ് നീ സംസാരിക്കണേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതേ, എനിക്ക് ബോധമില്ല, എനിക്ക് ഒന്നും ഇവിടെ നിൽക്കാൻ പറ്റണില്ല, ഇതൊന്നും എൻ്റെ അല്ല, എനിക്കിവിടുന്ന് പോയേ പറ്റൂ. എന്നെ കൊല്ലം കൂട്ടി നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ എങ്ങനെ താമസിക്കുക, എനിക്ക് പോകണം എന്നും പറഞ്ഞിട്ട് വാ നമുക്ക് പോകാമെന്നും പറഞ്ഞിട്ട് ബഹളം വെച്ച് നിൽക്കണം കേട്ടോ. നിധി എന്തൊക്കെ പറഞ്ഞിട്ടും സമാധാനിപ്പിക്കാൻ പറ്റണില്ല. നിധി വളരെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് താഴത്തുനിന്ന് നമ്മുടെ വസുന്ധര വിളിക്കുന്നുണ്ട്. ആ വിളിയോടും കേട്ടപ്പോൾ കുറേ പ്രാവശ്യം വിളിക്കുന്നു, പക്ഷേ ഗൗതം വിളി കേൾക്കണില്ല കേട്ടോ. ഗൗതം ഇങ്ങനെ ആകെ ദേഷ്യം വന്നിട്ട് നിൽക്കണം. അപ്പോൾ എന്തിനപ്പം എന്നെ വിളിക്കണേ എന്നും ചോദിച്ചിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി പറയാം, എന്തായാലും വാ പോയി നോക്കാമെന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ വസു എന്തോ പ്രസാദമോ എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ ഗൗതം അതൊക്കെ മേടിച്ച് തട്ടി കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചൂടാണ്, എന്തിനാ എന്നെ ഇങ്ങനെ പറ്റിക്കണേ എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. വസു ചോദിക്കണേ, നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കണേ എന്ന് ചോദിക്കണേ. അപ്പോൾ നിങ്ങളിപ്പോൾ എവിടെ പോയിരിക്കുന്നു, ഞാൻ അമ്പലത്തിൽ പോയിരിക്കുന്നു. ഇപ്പോഴോ, ഈ സമയത്തോ, സത്യം പറ എന്നൊക്കെ പറയുന്നുണ്ട്. നിനക്ക് എന്താ ഇപ്പോൾ ഇത്ര സംശയം, എന്തിനപ്പം അങ്ങോട്ട് പോയത് എന്ന് ചോദിക്കണ്ട. അപ്പോൾ നീ നല്ലോണം നല്ല ആരോഗ്യത്തോട് കൂടിയിട്ട് ഒരുപാട് വർഷം ജീവിക്കണം, അതിനൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയത്, അതോ എന്നെ കൊല്ലാനുള്ള ഉദ്ദേശം വേഗം നടക്കാൻ വേണ്ടിയിട്ടോ, അതല്ലേ നിങ്ങളുടെ ഇപ്പോഴത്തെ ആഗ്രഹം? അപ്പോൾ വസുവിനെ അറിയണില്ലേ, വസു എന്തെങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സംസാരമൊക്കെ കണ്ടപ്പോൾ പാറും വന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. എന്താടാ നീ കുറേ നേരമായാലും ഞാൻ നിന്നെ ശ്രദ്ധിക്കണം, നീ എന്തെങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് വെച്ചിട്ട്. ശിവാനിയാണെങ്കിൽ ഭയങ്കര ഹാപ്പി കേട്ടോ. അപ്പോൾ നിധിയാണെങ്കിൽ ഒന്നും മിണ്ടണില്ല. വസുന്ധര നിനക്ക് വേണ്ടിയിട്ടല്ലേടാ അതൊക്കെ ചെയ്യണേ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ പാറു. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, പാറു മിണ്ടരുത്, ഇവർ വിചാരിക്കണ പോലെ ഒന്നല്ല, ഇവരൊക്കെ നാടകം കളിക്കണം, ഇതിലൊന്നും വിശ്വസിക്കരുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വസുവിന് ആകെ സങ്കടം വന്നു. നിധിയാണെങ്കിൽ ഇങ്ങനെ ദേഷ്യം കടിച്ചാൻ പറത്തിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വസു പറയുന്നുണ്ട്, നീ എന്താടാ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കണേ, ഞാനാണോ മോശപ്പെട്ട ആളെന്ന് പറയണത്, ഞാൻ എന്ത് നാടകട കളിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി പറയുന്നുണ്ട്, എന്താ ഗൗതം പറയുന്നത്, എന്താ തെറ്റ്, നിങ്ങളിപ്പോൾ അമ്പലത്തിലൊന്നല്ല പോയിട്ട് വന്നേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീയാണല്ലേ എന്നെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞു കൊടുത്ത് ഇളക്കി വിടുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, അവളെ ഇളക്കി വിട്ടാൽ എന്താ, ഞാൻ എന്താ കൊച്ചുകുട്ടിയൊന്നുമല്ല, കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവില്ലേ, അവളെൻ്റെ ഭാര്യയാണ്, നിങ്ങൾ ആദ്യം അവൾ ചോദിച്ചതിനുള്ള മറുപടി പറ, നിങ്ങളിപ്പോൾ എവിടെ പോയിട്ടാണ് വന്നത്, അതല്ലേടാ പറഞ്ഞേ, ഞാൻ അമ്പലത്തിൽ പോയതാന്ന്. അപ്പോൾ ഗൗതം വീണ്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ ഞാൻ പെട്ടെന്ന് ചാവാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണോ നിങ്ങളിപ്പോൾ അമ്പലത്തിൽ പോയി വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി വസുവിന് സങ്കടം വന്ന് വസു പറയുന്നത്, നീ എന്താടാ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നീ എൻ്റെ മോനല്ലടാ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടല്ലേ ഞാൻ പോയത്, ഞാൻ ആരെങ്കിലും നിന്നെ കൊല്ലാൻ വന്നാൽ തന്നെ മുമ്പ് ഞാനല്ലേടാ ചാവുള്ളൂ, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ പാറുവിനും ഭയങ്കരമായിട്ട് വിഷമം തോന്നി കേട്ടോ. എന്നിട്ട് ഗൗതമിനെ ആശ്വസിപ്പിക്കാനായിട്ട് നമ്മുടെ വസു ഇങ്ങനെ പിടിക്കാനായിട്ട് പോകുമ്പോൾ ഗൗതം തട്ടി മാറ്റുന്നുണ്ട്, കയ്യെ തൊടരുത് തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് കാണുമ്പോൾ പാറു പറയുന്നത്, എന്താടാ നീ എന്തെങ്ങനെയൊക്കെ പെരുമാറണേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നീതി പറയുന്നുണ്ട്, അതേ അമ്മ അതിന് കാരണങ്ങളുണ്ട്, വെറുതെ അല്ല ഗൗതം അങ്ങനെ പെരുമാറണേന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താ കാരണം ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വസു ആണെങ്കിൽ വീണ്ടും നമ്മുടെ നിധിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, നീ കാരണമാണ് ഗൗതം എന്നെ വെറുക്കണത്, നീ ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ ഗൗതം വീണ്ടും ചൂടാവുന്നുണ്ട് കേട്ടോ. നിങ്ങളെക്കുറിച്ച് എല്ലാ തെളിവും എനിക്ക് കിട്ടിയിട്ട് തന്നെയാണ്, അല്ലാണ്ട് ആരും പറഞ്ഞിട്ടൊന്നല്ല എന്ന് പറയേണ്ടവൻ, ഞാനെന്താ സ്വയം ബുദ്ധിയില്ലാത്ത ആളാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഗൗതം. അപ്പോൾ വീണ്ടും ചോദിക്കുക, നിനക്ക് എന്താണ് അങ്ങനെ തെളിവ് കിട്ടിയത്, എന്ത് തെളിവാണ് നിനക്ക് കിട്ടിയത്, നീ എന്താ അങ്ങനെ സംസാരിക്കണേന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ എവിടേക്ക് പോയിട്ട് വന്നേ, അപ്പോൾ അതല്ലേടെ പറഞ്ഞ അമ്പലത്തിൽ പോയിട്ട് വന്നതാന്ന് പറയുന്നുണ്ട് കേട്ടോ. അല്ല, നിങ്ങളിപ്പോൾ CKCനെ കാണാൻ പോയിട്ടല്ലേ വന്നത്, ഞാൻ കണ്ടു CKCനെ കാണാൻ പോയിട്ട് വന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോൾ വസു ഒന്നും ഞെട്ടിയിട്ടുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്നെ കൊല്ലാൻ ശ്രമിച്ച ആളുടെ കൂടെ ആളും CKC ഉണ്ടായിരുന്നു, അവരുടെ കൂടെ നിങ്ങൾ ഭയങ്കര കളിച്ച് ചിരിച്ച് സംസാരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വസു, നിന്നെ കൊല്ലാൻ ശ്രമിച്ച ആളോ, അതാരാ, അങ്ങനെ അത് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. മതി, നാടകമൊന്നും ഇനി കളിക്കണ്ട, ആ കൂടെ ഉണ്ടായിരുന്ന ആളാണ് അന്ന് എന്നെ കൊല്ലാനും അടിക്കാനൊക്കെ കൂടെ ഉണ്ടായിരുന്നത്
ഇനി ഒരു നാടകം എൻ്റെ അടുത്ത് വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വസുവിനെ ആകെ വിഷമായത്. വസു പറയുന്നുണ്ട്, അപ്പോഴാണ് വസു പറയണേ, നിന്നെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്നെ കൊല്ലാരെ ഞാൻ സമ്മതിക്കൂടെ, ഞാൻ കൂട്ടു നിൽക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും ഗൗതം ഒന്നും എന്തെന്നെ പറഞ്ഞാലും ഗൗതം കൂട്ടാക്കണേ ഇല്ല കേട്ടോ. അപ്പോൾ ഇത് കേട്ടപ്പോൾ പാറു ചോദിക്കേണ്ടത് എന്ത് കൊല്ലാൻ കൂട്ട് നിന്നാണോ, അതാരാ ചോദിക്കേണ്ടത്. അപ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ നിധിയെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് സി കെ സിയുടെ കൂടെ പോയതും. അപ്പോൾ നീയും സി കെ സി തമ്മിൽ എന്താടി ബന്ധം ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വസുവിനൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ വസു പറയുന്നുണ്ട് ഞാൻ സി കെ സി കാണാൻ പോയി എന്നുള്ളത് ശരിയാണ്, പക്ഷേ അത് നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാ പോയത്, പിന്നെ എന്താന്ന് പോയതിൻ്റെ ഉദ്ദേശം പറയും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വസുവിനായിട്ട് പറയാനും പറ്റുന്നില്ല, നിധിനെ കൊല്ലാനല്ലേ പോയിരിക്കണത്, അത് പറയാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെ ഒരുപാട് പ്രാവശ്യം വഴക്കും തല്ലുകൂട്ടൊക്കെ ഇപ്പോൾ നമ്മുടെ വസു പിന്നെ അത് പറയുന്നുണ്ട് കേട്ടോ. ശരിയാ, ഞാൻ സി കെ സി കാണാൻ പോയത് ശരിയാ, പക്ഷെ ഒരിക്കലും അത് നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് നിധിനെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. നിധിനെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞപ്പോൾ ഒന്നുകൂടി നിധി ഗൗതം ഒന്നുകൂടി ഷോക്കായി പോയിട്ടോ. അപ്പോൾ എന്തിന്, അപ്പോൾ എനിക്കറിയാലോ എനിക്ക് അവളെ തീരെ ഇഷ്ടമല്ലായിരുന്നു, നിനക്ക് ചേർന്ന ബന്ധമല്ല അവൾ, ഇവളെ ഒഴിവാക്കിയിട്ട് നിനക്ക് ചേർന്നൊരു കല്യാണം നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരുന്നടന്നത്, അതിനുവേണ്ടി തന്നെയാണ് ഞാൻ സി കെ സി കാണാൻ പോയതെന്ന് പറയും. അത് കേട്ടപ്പോൾ ഗൗതമൻ ഒന്നുകൂടി ദേഷ്യ. ഗൗതം പറയും, നിങ്ങൾ എന്ത് സ്ഥാനത്ത് എൻ്റെ അമ്മ എന്ന് പറയുന്നത്, എൻ്റെ ഇഷ്ടങ്ങളും കൂടി നിങ്ങൾക്കറിയില്ല, ഇവളാണ് എൻ്റെ ജീവൻ, ഇവളെ എൻ്റെ കൂടെയുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം, അതുപോലും മനസ്സിലാക്കാത്ത നിങ്ങൾ എന്തൊരു സ്ത്രീയാണ്, നിങ്ങളെയാണല്ലോ ഞാൻ അമ്മയെന്ന് വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് ഗൗതം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധിയും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു മകൻ ഉണ്ടായിരുന്നു, പ്രസവിച്ചിട്ടൊരു മകൻ ഉണ്ടായിരുന്നെങ്കിൽ ആ മകന് ഒരു കല്യാണം കഴിച്ചിട്ട് ആ മരുമകളെ നിങ്ങൾക്ക് ഇഷ്ടമല്ല വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഇറക്കി വിടൂ, എന്തൊരു സ്ത്രീയാണ് നിങ്ങളെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നിധിയും. പോസൊന്നും വിടാണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഗൗതം പറയുന്നുണ്ട്, വാ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇറങ്ങി പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പാറു പറയുന്നത്, നീ എന്തിനാ ഇറങ്ങിപ്പോണം, ഇതൊക്കെ നിൻ്റെ അല്ലേ ഗൗതം എന്ന് പറയും, എനിക്ക് ഒന്നും വേണ്ട, ഒരു സ്വത്തും വേണ്ട, ഞങ്ങളിവിടുന്ന് പോവാ നിധി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പാറു പറയുന്നുണ്ട്, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും മോളെ എന്ന് പറയുന്നുണ്ട് നിധിയുടെ അടുത്ത്. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഞാൻ എന്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ, അമ്മ ഇവിടുത്തെ അന്തരീക്ഷം അമ്മ കണ്ടില്ലേ, പിന്നെ ഞാൻ ഗൗതമിൻ്റെ സന്തോഷം കൂടി നോക്കണ്ടേ, ഗൗതം എവിടെ ഉണ്ടാവുക വെച്ചാൽ അവിടെ തന്നെ ഞാനും ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശിവാനി പറയുന്നുണ്ട്, ശിവാനിക്ക് സന്തോഷമായി ഇതും കൂടി കേട്ടപ്പോൾ, ശിവാൻ്റെ ഉദ്ദേശം നടന്നല്ലോ. അപ്പോൾ ശിവാനി പറയുന്നുണ്ട് ഗൗതമിൻ്റെ അടുത്ത്, നിങ്ങൾക്ക് എന്താ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ ആൻറ്റീനെ വിഷമിപ്പിക്കണേ എന്നൊക്കെ നല്ലപോലെ ക്ഷമയുണ്ട് കേട്ടോ ആൻറ്റിയുടെ അടുത്ത്. എന്നിട്ട് അപ്പോൾ നിധി ശിവാൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട്, നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്, ആദ്യം ഇതിനൊരു തീരുമാനം തട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പം ശിവാനി പറഞ്ഞു, നിങ്ങൾ എന്താ അർത്ഥത്തിൽ ഇങ്ങനെ പറയണേ, നിങ്ങൾ ഇറങ്ങിപ്പോയി നിങ്ങൾ എങ്ങനെ ജീവിക്കും, പൈസ വേണ്ടേ, ഭക്ഷണം കഴിക്കാനും ജീവിക്കാനൊക്കെ പൈസ വേണ്ടേ, ഓ അതിന് ഇവിടുത്തെ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും പേഴ്സ് നിറച്ച് പണമൊക്കെ വെച്ചിട്ടാവില്ലേ ഇപ്പോൾ ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, എന്നാൽ പിന്നെ ഇറങ്ങിപ്പോയാലും കുഴപ്പമില്ലല്ലോ എന്നൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ ഒന്നും കൊണ്ടുപോകേണ്ട പോകണമെന്നുള്ള ഉദ്ദേശത്തിൽ കൂടിയിട്ട്. അപ്പോൾ നിധിക്കും ഗൗതമിന് ദേഷ്യം വന്നു. ഗൗതം പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ട, നീ പറയുന്ന സ്വത്തുകളും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്, പക്ഷേ എനിക്കൊന്നും ആവശ്യമില്ല, എനിക്കിവിടുത്തെ യാതൊരു മുതലും ആവശ്യമില്ല എന്നും പറഞ്ഞിട്ട് ഗൗതം എന്ത് ചെയ്യുന്നുണ്ട്, വാച്ചും സകല സാധനങ്ങളും അവിടെ ഊരി വെച്ചിട്ടാണ് കേട്ടോ പോണത്. ഒപ്പം നിധിയും ആഭരണങ്ങളൊക്കെ ഊരി വെച്ചിട്ട്, താലിമാല മാത്രം ഊരിയിട്ടില്ല, ബാക്കിയെല്ലാം ഊരി വെച്ചിട്ട് പോണുണ്ട്, പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പാറു കുറേ കരഞ്ഞ് വിളിക്കുന്നുണ്ട്, പക്ഷേ ഗൗതം കൂട്ടാക്കണില്ല കേട്ടോ. ഗൗതം ഇറങ്ങി പോവുകയാണ്. ശിവാനിക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് കണ്ണ് കാണാനും വയ്യ. അങ്ങനെ നിധിയും ഗൗതമും കൂടിയിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.